അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. 3 പേരുടെ മരണമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ ഒരു മരണവാർത്ത നിങ്ങൾ മുഴുവനായി കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോകും. ശരീരം തളർന്നു പോകുന്ന മരണവാർത്തയാണിത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഞങ്ങളെപ്പോലും തളർത്തിയിരിക്കുന്നു. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓരോ കുടുംബത്തിലെയും വീട്ടമ്മമാർ ഭയത്തോടെയല്ലാതെ ഇത് കേട്ടു തീർക്കാനാവില്ല. മരണമെന്ന സത്യത്തിന് മുന്നിൽ ഒന്നും സുരക്ഷിതമല്ല എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് പടച്ചറബ്. പടച്ചറബിന്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല എന്ന്. ഒരു മനുഷ്യന് ആക്സിഡന്റായി, ആ മനുഷ്യനെ ഡോക്ടർ മരണത്തിൽ നിന്നും രക്ഷിച്ചു. അയാൾ ഡിസ്ചാർജ് ചെയ്ത് പോകവേ ആക്സിഡന്റായി മരണപ്പെട്ടു. പടച്ചറബ് വിധിച്ചതാണ് ആ മരണം. അതിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അതുപോലത്തെ മരണമാണ് നടന്നിരിക്കുന്നത്. കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയുന്നത്. സുരക്ഷിതമെന്ന് നാം കരുതുന്ന നമ്മുടെ വീട്, ആ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു ദുരന്തം ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവര്, കുറ്റ്യാടി തളീക്കര ഗ്രാമം ഇന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ഒരു മരണത്തെ സംബന്ധിച്ച്. സ്വന്തം വീടിനുള്ളിൽ വെച്ച് ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തത്തിൽ പ്രിയപ്പെട്ട നുസ്രത്ത് എന്ന ഈ ഒരു ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിലച്ചിരിക്കാതെ നേരത്ത് വന്ന മരണം. 3 മക്കളെയും കുടുംബത്തെയും അനാഥരാക്കി ഒരു നിമിഷം കൊണ്ടാണ് ആ ആളിപ്പടർന്ന തീ എല്ലാം കവർന്നെടുത്തത്. ആ ഉമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാരൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷെ വിധിയെല്ലാം മാറ്റിമറിച്ചിരുന്നു. ഈ ഒരു വാർത്ത ഭയത്തോടെയല്ലാതെ ആർക്കും കേട്ടു തീർക്കാനാവില്ല. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. മഴക്കാലത്താണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ വരാറ്. എന്ത് പറയാനാ പടച്ചറബിന്റെ കലാ, പടച്ചറബിന്റെ വിധി എന്ന് പറയാം നമുക്ക്. നമ്മുടെ വീടുകളിലെ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് പോലും എത്ര വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഒരു കുടുംബമാണ് അവിടെ അനാഥരായത്. തളീക്കരയിലെ ആ പ്രിയപ്പെട്ട ഉമ്മക്ക് പടച്ചറബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചറബ് കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ മോൻ്റെ മരണമാണ്. ഉപ്പാക്കേറെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമോൻ, ലാളിച്ചു കൊഞ്ചിച്ചു വളർത്തിയ പൊന്നുമോൻ ആ ഉപ്പയുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. പടച്ചറബ്ബേ, അതൊരു വല്ലാത്തൊരു വിധിയാണല്ലോ റബ്ബേ. ഇങ്ങനൊരവസ്ഥ ആർക്കും നീ കൊടുക്കല്ലേ റബ്ബേ. പ്രിയപ്പെട്ട മോൻ്റെ മരണം ഉപ്പയുടെ കൈകൊണ്ട് എന്ന് പറയുമ്പോൾ പടച്ചറബ്ബേ, ആ ഉപ്പയുടെ വേദന എന്തായിരിക്കും പടച്ചറബ്ബേ. പടച്ചറബ്ബേ, നിനക്കറിയാലോ അവരുടെ വേദന. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ഓരോ മരണവും ഏറെ വേദനിപ്പിക്കുന്ന മരണമാണ് പ്രിയപ്പെട്ടവരെ. സഹിക്കാൻ പറ്റില്ല, തളർന്നു പോവുകയാണ് ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ. പാലക്കാട് ചാലിശ്ശേരിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കോതച്ചിറ പുത്തൻ പീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ? പൊന്നുപ്പാന്റെ കൈകൊണ്ട് ആ പൊന്നുമോന് മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. കൊന്നതല്ല, സംഭവിച്ചു പോയതാണ്. പടച്ചറബിന്റെ വിധി എന്നല്ലാതെ എന്താണ് നമ്മൾ പറയുക. ഓട്ടോ ഡ്രൈവറായിരുന്നു ഉപ്പ. ആ ഓട്ടോക്ക് പൊന്നുമോന്റെ പേര് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. 9:45 ചാലിശ്ശേരി ആലിക്കരയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. പ്രിയപ്പെട്ട ഉപ്പക്ക് ഇഷ്ടപ്പെട്ട മകനായതുകൊണ്ട് തന്നെ പിതാവിനോടൊപ്പം ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു പൊന്നുമോൻ. ഏറെ സന്തോഷത്തോടെ, ആ നിറഞ്ഞ മനസ്സോടെ ആ പൊന്നുമോൻ ഉപ്പയുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അത് പറയുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. എത്ര സന്തോഷത്തോടെയായിരിക്കും ആ പൊന്നുമോനും ആ ഉപ്പയും യാത്ര ചെയ്തിട്ടുണ്ടാവുക. ആ യാത്രക്കിടെ ആ ഓട്ടോയുടെ ഡോറ് തുറന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓട്ടോയുടെ ഡോറ് തുറന്ന് പൊന്നുമോൻ തെറിച്ച് വീണു പോവുകയാണ്. ആ റോഡിൽ വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ആ ഓട്ടോ, ഉപ്പ ഓടിച്ചിരുന്ന ആ ഓട്ടോ, ആ ഒരു വാഹനത്തിൻ്റെ ചക്രം പൊന്നുമോൻ്റെ ദേഹത്ത് കൂടി കയറിയിറങ്ങി പോവുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തൊരു ദയനീയമായ വാർത്തയാണ് പടച്ചറബ്ബേ. ഇതുപോലൊരവസ്ഥ ആർക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ഉടനെ തന്നെ ആ കുട്ടിയെ പെരുമ്പുരാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പൊന്നുമോന് പോയി. ആ ഉപ്പയുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പടച്ചറബ്ബേ. ആ മനുഷ്യൻ്റെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും?
പടച്ച റബ്ബേ, ആ മനുഷ്യന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ വരുത്തല്ലേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു മരണം തന്നെയായിരുന്നു ഈ ഒരു ചെറുപ്പക്കാരൻ്റേത്. ഈ ഒരു 3 മരണവാർത്തയും എങ്ങനെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെ തന്നെ തളർത്തിക്കളഞ്ഞ ഒരു മരണവാർത്തയായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്, എല്ലാവരും ദുആ ചെയ്യണം. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ആ ഉമ്മയെ തളർത്തിക്കളഞ്ഞ ഒരു മരണമായിരുന്നു ഇത്. ആ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പടച്ച റബ്ബ് കാക്കട്ടെ ആ ഉമ്മയെ രാവിലെ വിളിച്ച് മോൻ പറയാ, ഉമ്മ ഇന്ന് നാസ്തക്ക് ഉമ്മയുടെ കൂടെ ഞാനും ഉണ്ടാകും, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും, നാസ്ത ഉണ്ടാക്കി വെക്കണമെന്ന് ഉമ്മയെ വിളിച്ച് പറയാ. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴി മൈസൂരിൽ നിന്നും സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഉമ്മയെ വിളിച്ച് പറഞ്ഞതാ, എന്നെ കാത്തു നിൽക്കണം. പൊന്നുമോൻ അവിടെ എത്തിയോ? എങ്ങനെയാണ് അവിടെ എത്തിയത്? സുബ്ഹാനല്ലാഹ്. എനിക്ക് കൂടുതലായി ഇത് പറയാൻ പറ്റുന്നില്ല. ഞാൻ അധികം ഇമോഷണലായാൽ ഈ ഒരു വാർത്ത മുഴുവിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. തസ്ലീം എന്നായിരുന്നു ഈ പൊന്നുമോൻ്റെ പേര്. നല്ലൊരു സുന്ദരനായ മിടുക്കനായ ചെറുപ്പക്കാരൻ. ആ പൊന്നുമോന് വേണ്ടി ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ ആ ഉമ്മ? മകന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അവിടെ. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. രാവിലെ 8:30 മണിക്ക് മട്ടന്നൂരിൽ വെച്ച് അവൻ യാത്രയായി. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിലേക്ക് മടങ്ങി. ബൈക്ക് പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് തെറിച്ച് വീണു. അവൻ്റെ മുകളിൽ ബൈക്കും വീണ് ലോക്കായി പോയി. പിന്നെ അവൻ അവിടുന്ന് അനങ്ങാൻ മേലായിരുന്നു. അതേസമയം ഇലക്ട്രിക് ലൈനും പൊട്ടി ആ പൊന്നുമോൻ്റെ മുകളിൽ വീഴുകയായിരുന്നു. റബ്ബേ, എന്തൊരു മരണമാണ് റബ്ബേ. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ അങ്ങനെയാണ്. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ചിലരുടെ മരണം നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും അവരെ നമ്മളെ വിട്ടുവിട്ട് പറഞ്ഞു പോവുക. നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തന്ന്. സുബഹിക്ക് നാസ്ത ഉണ്ടാക്കണമെന്ന് ഉമ്മയെ വിളിച്ചു പറഞ്ഞ മോൻ മഗ്‌രിബ് കഴിഞ്ഞ് 6 അടി മണ്ണിൽ യാത്രയായി. ഇതാണ് മരണം. പരിഞ്ഞത്തൂർ ജുമാ മസ്ജിദിൽ ആയിരങ്ങളാണ് കണ്ണീരോടെ അവനെ യാത്രയാക്കിയത്. പ്രിയ തസ്ലീം, പടച്ച റബ്ബ് നിന്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം തരുമാറാകട്ടെ. പടച്ച റബ്ബേ, ആ പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരുത്തല്ലേ റബ്ബേ. ഏറെ വേദനിപ്പിക്കുന്ന 3 മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത്. എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, 3 പേരാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. നിനക്കറിയാലോ റബ്ബേ ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന്. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഗ്‌ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.